ഹായ്, ഡെഡ്പൂൾ ആൻഡ് ഉൾവറിൻ കണ്ടിട്ട് വന്നു. ആൻഡ് കാണാത്തവരുണ്ട് ഒന്നേ പറയാനുള്ളൂ, പോയി കാണണമെന്നല്ല, പോയി കാണാൻ ഒട്ടും തന്നെ ലേറ്റ് ആവരുതെന്നാണ്. ബിക്കോസ് മാർവൽ മൂവി ഇഷ്ടപ്പെടുന്ന, ഡെഡ്പൂളിനെ ഇഷ്ടപ്പെടുന്ന, ഉൾവറിനെ ഇഷ്ടപ്പെടുന്ന, സൂപ്പർ ഹീറോ മൂവീസിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ക്രൗഡ്, അങ്ങനെ ഒരു ക്രൗഡിന് നടുവിൽ നിന്ന് ചിരിച്ചറുമാതിച്ച് കൈയടിച്ച് വിസിലടിച്ച് കണ്ടിറങ്ങി വരേണ്ട ഒരു ഫിലിമാണിത്. സോ ആ റഷ് തീരുന്നതിന് മുന്നേ തന്നെ പാക്ഡ് ആയിട്ടുള്ള ഒരു നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, വേഗം അതൊന്ന് ചെയ്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. കം ഓൺ. ഇതുപോലൊരു മൂവി ലാസ്റ്റ് കണ്ടത് നോവേ ഹോം ആണ്. ഫാൻസിന് കുറെ അധികം നൊസ്റ്റാൾജിക് മൊമെന്റ്സ് തന്ന, കുറെ അധികം ട്രിബ്യൂട്ട് മൊമെന്റ്സ് തന്ന ഒരു ഫിലിം ആയിരുന്നു നോവേ ഹോം. ആൻഡ് അങ്ങനെ ട്രിബ്യൂട്ട്സ് തരാൻ പറ്റിയ ഒരു ഫിലിം അടുത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഉള്ള മാർവലിന്റെ MCയുടെ അവസ്ഥ എന്താണ് പ്രത്യേകം പറയണ്ടല്ലോ. ലാസ്റ്റ് ഇറങ്ങിയ മാർവൽ ഫിലിംസിൽ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി 3 ഒഴികെയുള്ളതിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കൊടൂര് ഹൈപ്പിൽ വന്നു, പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ലവ് ആൻഡ് തണ്ടർ ആകെ പാടെ ഒരു ക്ലൗൺ ഷോ ആയിരുന്നു. തോർ എന്ന് പറയുന്ന ഒരു കിടിലൻ ക്യാരക്ടറിന്റെ വില കൂടെ ഇല്ലാതാക്കി. വക്കാണ്ട ഫോറെവർ ഓവറോൾ തെറ്റില്ലായിരുന്നു. ആൻഡ് ചാഡ്വിക്കിന്റെ മെമ്മറീസിന്റെ പേര് രക്ഷപ്പെട്ടു പോയി. പിന്നെ ദി അൾട്രാ ദുരന്തം ക്വാണ്ടമാനിയ, താനോസിനും ഇൻഫിനിറ്റീസ് ആക്കിയ ശേഷം അന്ന് വൻ സംഭവമായിട്ട് കൊണ്ടുവരേണ്ടിയിരുന്ന സീക്രട്ട് വാർസിനെയും കാങ് ദി കോൺട്രറിനെയും കോമഡി പീസ് ആക്കി തന്നു മാത്രമല്ല, കളക്ഷൻ ബ്രേക്കിംഗ് പോലും ആവാത്തൊരു MCU ഫിലിമായി. ദ മാർവൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് റിലീസ് ആയോ എന്ന് വരെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ TV സീരീസ് മാറ്റി നിർത്തി, അതും പ്രത്യേകിച്ച് ലോക്കി മാറ്റി നിർത്തി നോക്കിയാൽ എൻഡ് ഗെയിം കഴിഞ്ഞ് നേരെ ഒരു ഡൗൺഫോളിലേക്ക് പൊക്കോണ്ടിരുന്ന MCU ആൻഡ് മാർവൽ, അവർക്ക് ഇപ്പോൾ വേണ്ടിയിരുന്ന ഒരു ഫിലിം അത്യാവശ്യം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള നല്ല ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടുന്ന ഒരു പടം വരേണ്ടത് ഫ്രാഞ്ചൈസി തന്നെ സർവൈവ് ചെയ്യുന്നതിന് മസ്റ്റാണ്. ആ ഒരു പടമായിട്ടാണ് ഡെഡ്പൂൾ ആൻഡ് ഉൾവറിൻ വന്നത്. ആൻഡ് ഇത് അവർക്ക് മാത്രമല്ല, ഡെഡ്പൂൾ ഫാൻസിന്, ഉൾവറിൻ ഫാൻസിന്, എക്സ്മെൻ ഫാൻസിന്, മാർവൽ ലവേഴ്സ്, MCU ലവേഴ്സ്, കോമിക് ലവേഴ്സ്, സൂപ്പർ ഹീറോ മൂവി ലവേഴ്സ്, കോമഡി മൂവി ലവേഴ്സ്, ആക്ഷൻ മൂവി ലവേഴ്സ്, ചുരുക്കി പറഞ്ഞ മൂവി ലവേഴ്സിന് തന്നെ ഒരു ട്രീറ്റ് ആയിട്ടാണ് ഡെഡ്പൂൾ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ഫിലിം വരുന്നത്. നോവേ ഹോമിൽ കുറച്ച് മൊമെന്റ്സ് ഓഫ് നൊസ്റ്റാൾജി ആണ് കിട്ടിയെങ്കിൽ ഇതിൽ മൂവി തുടങ്ങുന്ന തൊട്ട് മൂവി തീർന്ന് ക്രെഡിറ്റ്സ് നടക്കുമ്പോഴും പോസ്റ്റ് ക്രെഡിറ്റ്സ് വരെയും നൊസ്റ്റാൾജിയാണ്. MCU ഒക്കെ വരുന്ന മുമ്പേ നമ്മൾക്ക് കുഞ്ഞിലെ തന്നെ എൻജോയ് ചെയ്ത മാർവൽ ക്യാരക്ടേഴ്സ്, അത് കൊണ്ടുവന്ന 20th സെഞ്ച്വറി ഫോക്സ്, അങ്ങനെ എല്ലാത്തിനുള്ള റെഫറൻസ് മൊമെന്റ് ആണ് ഫിലിം കംപ്ലീറ്റ്. പ്യുവർ ഫാൻ ഫേസ് സർവീസ്, അതിനപ്പുറം ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം മാർവലിന് മൊത്തം ഡിസ്നി ഇങ്ങനെ കുട്ടിക്കളിയാക്കി നിർത്തിയേക്കുമ്പോൾ ഒരു R-rated ഡെഡ്പൂൾ ഫിലിം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന എലിമെന്റ്സ് ഇല്ലേ, മെറ്റാ ജോക്സ്, ക്രൂഡ് ഹ്യൂമർ, വയലന്റും ചോറ് തെറിക്കുന്നതായിട്ടുള്ള ഫണ്ണി സ്റ്റാൻ സീക്വൻസസ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാമിയോസ്, ഫോർത്ത് വാൾ ബ്രേക്സ്, നമ്മൾ ഫിലിമിനെ മൊമെന്റ്സിൽ പോസ് ചെയ്ത് നോക്കിയാലും കറക്റ്റ് ഇങ്ങനെ ഒരു സീനിൽ തന്നെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവി തുടങ്ങുന്നത് ഫോക്സ് സ്റ്റുഡിയോസ് കൊടുക്കുന്ന ഹോമേജ് തൊട്ടങ്ങ് തുടങ്ങും. നൊസ്റ്റാൾജിയ ഉണർത്തിയാൽ മാത്രം പോരല്ലോ, പടം ഫുൾ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ, അതിന് പെർഫോമൻസ് വേണ്ടേ. റയൻ റെനോൾഡ്സ് ഉള്ളപ്പോൾ എന്ത് പേടിക്കാൻ. മൂവിയുടെ പേസിംഗ് ഒക്കെ കുറച്ചൊന്ന് എഫക്ട് ആവുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ച് അല്ലെ അറിയോ പോലും ചെയ്യാതെ പോകുന്നതിന്റെ മെയിൻ റീസൺ തന്നെ പുള്ളി സ്ക്രീനിൽ ഇങ്ങനെ ആ ടൈലർ മെയ്ഡ് റോളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. വാ തുറന്ന എന്ന് പറയാൻ പറ്റില്ലല്ലോ, വാ അടയ്ക്കുന്ന എപ്പോഴാ അതിന്. സോ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കൗണ്ടറും ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ജോക്സും കൊണ്ട് ചിരിച്ചു മറിയുന്ന ഒരു ക്രൗഡായിരുന്നു ഞാൻ മൂവി കണ്ട ഹാളിൽ. ഡെഡ്പൂൾ 1 and 2 കാണാത്ത ഒരു ഡെഡ്പൂൾ അല്ല, അതിൽ നമ്മൾ കണ്ട് ഫാനായ ഡെഡ്പൂളിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഇവിടെ എഴുതിയും പെർഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഡയലോഗ്സ് വെച്ചായാലും എമോഷണൽ സീക്വൻസസ് വെച്ചായാലും ദ അൾട്ടിമേറ്റ് ആന്റി ഹീറോ. പുള്ളിയെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ഇതിൽ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട് ഈ പടത്തിൽ ത്രൂ ഔട്ട്. ആൻഡ് ഈ ഫിലിം കൊണ്ട് മാർവലിന് കിട്ടിയേക്കുന്ന റിവൈവൽ ചെറുതല്ല. സോ ആ പേര് ഡിസേർവിംഗ് തന്നെയാണെന്ന് പറയാം. അതിന്റെ കൂടെ ദ ഗോഡ് ഹ്യൂ ജാക്ക്മാൻ കൂടെ വന്നപ്പോൾ എന്റെ സാറ്, ഒരു സൂപ്പർ ഹീറോ ഫിലിമൊക്കെ മാറ്റി നിർത്തി നോക്കിയാലും ഈ അടുത്ത് ഇതേപോലെ ബഡി അഡ്വഞ്ചർ കോമഡി മൂവീസ് വന്നിട്ടുണ്ടോന്ന് ഓർമ്മ പോലും വരുന്നില്ല. കുറെ കാലത്തേക്ക് ഈ മൂവി തന്നെ ആയിരിക്കും മൈൻഡ്. ചേരാത്ത 2 ഐറ്റംസ് ചേർത്ത് വെച്ച്, അതായത് വാ തുറക്കാൻ മടിയുള്ള വേറെ ആരെങ്കിലും വാ തുറന്ന പ്ലേറ്റ്സ് എടുക്കുന്ന ഓൾവറിനും ഒരു സെക്കൻഡ് വാ അടയ്ക്കാത്ത ഇൻസൾട്ട്സ് വാരി വിതറുന്ന ഡെഡ്പൂളും, ഇവര് രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കെമിസ്ട്രി ആക്കിക്കൊണ്ട് പോകുന്ന പരിപാടി ഈ രണ്ടുപേരുടെ പെർഫോമൻസ് വെച്ച് തുന്നി ചേർത്ത് അടിപൊളിയാക്കിയാണ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഫോക്സിന്റെയും MCUവിനും മുമ്പ് വന്നിട്ടുള്ള എല്ലാ ഫിലിംസും കണ്ടിട്ടില്ലെങ്കിൽ ചില മൊമെന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്രിനാലിൻ റഷ് കിട്ടില്ലായിരിക്കും. ബട്ട് അത് മാറ്റി നിർത്തി നോക്കിയാലും ശരി, തറലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി കാരക്ടേഴ്സിനൊക്കെ പേര് പറഞ്ഞു തന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് കാണാൻ പറ്റിയത്. ആൻഡ് കളിയാക്കുകയും ഒന്ന് കുത്തുകയും ചെയ്യുന്ന സമയത്ത് മാർവലിനെ മാത്രമല്ല DC-യെ മാഡ് മാക്സ് ഫ്രാഞ്ചൈസിയും പോലും വിട്ടിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ പറയാം, വരുന്ന മേജർ ക്യാമിയോസ് അല്ല, അതൊരു ഷോർട്ട് സീനിൽ ജസ്റ്റ് സെക്കൻഡ്സ് നേരത്തേക്ക് ഒരു പുള്ളിയുടെ ക്യാമിയോ ഉണ്ട്. ഇത് ആള് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗെറ്റപ്പ് അല്ല, ഒരു ഉൾവറിൻ ഗെറ്റപ്പിലാണ്. ബട്ട് ആ ഒരു മൊമെന്റ് നമുക്ക് ആളെ മനസ്സിലായി കൈയടിക്കുന്ന ടൈം ഹോൾ തിയേറ്റർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു ഫീൽ ആയിരുന്നു. അപ്പോൾ ഒരു ഫിലിം വരുന്നു, അതിനൊന്നല്ലല്ലോ അതിൽ കൂടുതൽ പേർപ്പസസ് ഉണ്ട്, അതിനൊട്ടും ചെറുതല്ലാത്തൊരു ഹൈപ്പ് ഉണ്ട്. ഒരു സമയത്ത് പീക്കിൽ നിന്നിട്ട് കുറച്ച് താഴേക്ക് വന്നൊരു ഫ്രാഞ്ചൈസിയെ തന്നെ റിവൈവ് ചെയ്തെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് ഡെഡ്പൂൾ ആൻഡ് ഉൾവറിൻ വരുന്നത്.
അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിച്ച് നിൽക്കുന്ന മൂവി വന്നാൽ പോരാ. മൂവി ഫുൾ ശ്വാസം വിടാൻ ടൈം കൊടുക്കാതെ കൈയടിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സ് വേണം. ആൻഡ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഓർത്തെടുക്കാനും പറ്റുന്ന കാര്യങ്ങൾ വേണം. ഇതെല്ലാം അഷ്യൂർ ചെയ്ത് വന്ന് ഈ ഒരു പർപ്പസ് എല്ലാം അക്കംപ്ലിഷ് ചെയ്ത ഒരു പ്രോപ്പർ കംബാക്ക് മൂവി. ഫാൻസിനായിട്ടുള്ള ഒരു ജെനുവിൻ ട്രിബ്യൂട്ട് ആയിരുന്നു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. സോ ആദ്യം പറഞ്ഞ പോലെ കാണണമെന്നല്ല, ഒട്ടും വൈകാതെ തന്നെ കാണണമെന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ആ ത്രില്ലിന്റെ കാര്യം മാത്രം വെച്ചല്ല, കുറച്ചൊന്ന് ലേറ്റ് ആയ സ്പോയിലേഴ്സിന്റെ പെരുമഴയായിരിക്കും വരാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റോറീസ് ആയിട്ട്. ഒന്നല്ല, പല പല ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് അവരൊക്കെ ഇതിലുണ്ടെന്ന് അറിയാതെ, എന്ത് റോളിലാണെന്ന് അറിയാതെ, ഇനിയിപ്പോൾ അവരുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവർ ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു അതല്ല എന്ന് മനസ്സിലാക്കിയ സർപ്രൈസോടെ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ നോക്കുക. ആൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാനും നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.